ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയിലൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുതിന ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഉഴുന്നപ്പരിപ്പ്, അതുപോലെ സാമ്പാർ പരിപ്പ്, വറ്റൽമുളക് തനി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ചേർത്ത് കൊടുത്തു, വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്ത് അത് വഴണ്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് ഇഞ്ചിയല്ല കേട്ടോ, കുറച്ച് നമ്മുടെ പുളി ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഒരു പിടി പുതിനയില, അരപ്പിടി മല്ലിത്തല ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇലകൾ ചേർക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായി ആറാൻ വെച്ചിട്ടുണ്ട്. അത് ആറി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇഡ്ഡലിയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇഡ്ഡലി വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റിയിട്ട് നമ്മുടെ മിളകും അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങളും തനിച്ചൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വഴറ്റിയ ഉള്ളിയെല്ലാം ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയിലൂടെ കഴിക്കാനാണ് നമ്മുടെ പുതിന ചമ്മന്തി ഏറ്റവും ടേസ്റ്റായിരിക്കുന്നത് കേട്ടോ.